finishes off in style. A magnificent strike into the crowd. 2010 ധോണി ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ എന്ന രവി ശാസ്ത്രി ആവേശം കൊണ്ടപ്പോൾ പതിനായിരങ്ങൾ ആരവം കൊണ്ട അത്തരമൊരു ഫിനിഷ്, അതേ വിസ്മയ വിജയത്തെ രാജ്യം ഇന്ന് സ്വപ്നം കാണുന്നു. 2011 ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പുരുഷ ടീമിനെ ലോക ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് ഉയർത്തിയ വാങ്കഡയിൽ കണ്ട അവിസ്മരണീയ മുഹൂർത്തത്തിനായി രാജ്യം കാത്തിരിക്കുന്നു. ഊഴം കാത്തിരിക്കുകയാണ് ഇന്ത്യൻ വനിതകൾ. ഒരു മാസം മുൻപ് ഗുവാഹത്തിയിൽ ആരംഭിച്ച വനിതാ ഏകദിന ലോകകപ്പിന്റെ കലാശ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്തെറിയുമോ എന്ന് കാത്തിരുന്നു കാണാം. വനിതാ ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ ഓസ്ട്രേലിയയോ ഇംഗ്ലണ്ടോ ഇല്ലാത്ത ആദ്യ ഫൈനൽ, ദക്ഷിണാഫ്രിക്കയുടെ കന്നി ഫൈനലും. 2005, 2017 ലോകകപ്പ് ഫൈനലുകളിൽ എത്തിയെങ്കിലും കിരീടത്തിൽ മുത്തമിടാൻ ഇതുവരെ നമ്മുടെ വനിതകൾക്കായിട്ടില്ല. ഇതിനു മുൻപ് ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ് എന്നീ ടീമുകൾ മാത്രമാണ് വനിതാ ഏകദിന ലോകകപ്പ് നേടിയിട്ടുള്ളത്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിനൊപ്പം പടുത്തുയർത്തിയ കൂട്ടുകെട്ടിന്റെ കരുത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ജമീമ റോഡ്രിഗസ് ഫൈനലിലും തിളങ്ങുമെന്നു തന്നെയാണ് പ്രതീക്ഷ. ടൂർണമെന്റിന്റെ തുടക്കത്തിലെ പരാജയങ്ങൾക്കു ശേഷം ഫോമിലേക്ക് തിരിച്ചെത്തിയ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ധാന, സെമിയിൽ ഉജ്ജ്വല പോരാട്ടം നടത്തിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, ലോകകപ്പിലുടനീളം മികച്ച പ്രകടനം നടത്തിയ ഓൾറൗണ്ടർ ദീപ്തി ശർമ്മ തുടങ്ങിയവരിലെല്ലാം ഇന്ത്യ പ്രതീക്ഷയർപ്പിക്കുന്നു. മൈതാനത്തിന്റെ അപരിചിതത്വത്തിനൊപ്പം ഇന്ത്യക്ക് വേണ്ടി ആർത്തുവിളിക്കുന്ന കാണികൾ ഉയർത്തുന്ന വെല്ലുവിളികളെയും ദക്ഷിണാഫ്രിക്കൻ വനിതകൾ അതിജീവിക്കേണ്ടതുണ്ട്. അതേസമയം ഇതേ ലോകകപ്പിൽ 69 റൺസിനും മറ്റൊരിക്കൽ 97 റൺസിനും ഓൾ ഔട്ട് ആവുകയെന്ന നാണക്കേട് അതിജീവിച്ച് ഫൈനലിലെത്തിയ ദക്ഷിണാഫ്രിക്ക ഉജ്ജ്വലമായി പൊരുതുമെന്നതാണ് ടീം ഇന്ത്യക്കുള്ള വെല്ലുവിളിയും.